കുട്ടി വാ മോളെ വളർന്നു പോയല്ലോ. To Wall Street and the Associates at 9:27, and to take us up to that time, from Brooklyn, New York, weighing 220 pounds. ഇതാണ് തീപ്പെട്ടിക്കൂടിനകത്തെ സിൽമ. ഇത് അമ്മയ്ക്കാ, അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാ. الفريق الأول نشاهده هنا وهو مؤلف من جيف كريني ولورنت سوسي. هو ذا لورنت سوسي. The East-West connection from New York City, weighing 252 pounds. Here is Adrian Adonis. ويتألف الفريق الثاني من إدريان أدونيس. هو ذا إدريان أدونيس ومعه جيس فانتورا من كاليفورنيا. هو ذا جيس فانتورا. Here is Jesse, the Body Ventura. إدريان أدونيس وجيس فانتورا مصارعان عنيفان وقويان وخشنان جدا ويتعمدان تجاوز القوانين. وهو ذا مدير أعمالهما. ഈ പടം കണ്ടിട്ടുള്ളതാണോ? ഏയ്, നല്ല സാധനമാ. ഓ, ആര് പടം കാണുന്നു? വല്ലപ്പോഴും ടി വിയിൽ ഒരെണ്ണം കണ്ടാലായി. ചേട്ടന് പണ്ട് സിനിമ എന്ന് പറഞ്ഞ ജ്വരമായിരുന്നല്ലോ. ജ്വരം മാറി ഇപ്പൊ ജലദോഷം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇനി എത്ര ദിവസം കൂടെ ലീവ്? പിള്ളേരുടെ വെക്കേഷൻ തീരുന്നവരെ വേണേ നിൽക്കാം. LTC പോന്നതാ. ഏതായാലും അമ്മയുടെ പിറന്നാൾ കഴിയുന്നവരെ നിൽക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് പോണമെന്ന്. ഇപ്പോഴീ ലീവ് കിട്ടാൻ ഞാനും കുറെ പാടുപെട്ടു. അമ്മയ്ക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഷെയ്ഖന്മാർക്ക് മനസ്സിലാവൂ. ഒടുവിൽ ഞാൻ അമ്മയുടെ ഷഷ്ടിപൂർത്തി പിറന്നാളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ കാനയാ ചേനയാന്നൊക്കെ പറഞ്ഞ അമ്മമാരെ വരട്ടി. അറിഞ്ഞോ? എന്ത് പറഞ്ഞില്ലേ? ഇല്ല. ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് ഒന്ന് വാങ്ങിച്ചിട്ടിട്ടാ ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ചിരിക്കുന്നത്. വാങ്ങിച്ചോ? ഇല്ല ചേട്ടാ, ഈ പെണ്ണുങ്ങളുടെ ഒരുതരം പുളുമാസ് പറിച്ചിട്ടുണ്ടല്ലോ, അത് ഇവക്ക് സ്വല്പം കൂടുതലാ. എന്നെ വെറുതെ അതും പറയണ്ട. വാങ്ങിച്ചെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്തോ നടന്നിട്ടുണ്ടല്ലോ. അഡ്വാൻസ് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി 3.25 ലക്ഷം രൂപയുടെ എണ്ണ അങ്ങോട്ട് കൊടുത്താലേ വാങ്ങിച്ചു എന്നൊക്കെ പറയാൻ നോക്കുള്ളൂ. ആ, അത്രേ ആയല്ലോ. ഞങ്ങളിതാ 2 കഥാപാത്രങ്ങൾ 19 കൊല്ലമായിട്ട് ബോംബെ കിടന്ന് അധ്വാനിക്കുക. ഇപ്പോഴും ഒരാളുടെ ശമ്പളം അങ്ങനെ മാറ്റി കൊടുക്കുക. ഇത്രയും പോകുന്ന ഒരു ഫ്ലാറ്റിന്റെ വാടക. അതെ, ഞങ്ങൾ പിന്നെ ഇപ്പൊ ഇത് തിരക്കൂട്ടി വാങ്ങിക്കുന്നത് പിള്ളേരുടെ പഠിത്തം നടക്കണമെങ്കിൽ വേറെ മാർഗമില്ലാഞ്ഞിട്ടാ. കുട്ടികളുടെ പഠിത്തം നേരെ ചൊവ്വേ നടക്കണമെങ്കിൽ ഈ നാട്ടിൽ വന്നേ പറ്റത്തുള്ളല്ലോ. അല്ലെങ്കിൽ തന്നെ ഇനി അധികകാലം അവിടെ അങ്ങ് പറ്റിത്തൂങ്ങി കഴിയാനും അവര് സമ്മതിക്കില്ല. ഓരോരുത്തരെയായി സ്മൂത്തായിട്ട് ഇങ്ങ് പറഞ്ഞു വിടുക. എപ്പോ വേണേലും പോരാനുള്ള തയ്യാറെടുപ്പില്ല നമ്മളും. ദേ, ആ ബ്രൗൺ സൂട്ട് കേസ് ഒന്ന് തുറന്നു തരാമോ? എനിക്ക് അതിൽ നിന്നൊരു സാധനം എടുക്കാനുണ്ടായിരുന്നു. അതിന്റെ പൂട്ട് തിരിയുന്നില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തു. 6:45 വാങ്ങുന്നേ. 3.5 കൊടുത്തു. ബിന്ദു പറഞ്ഞത് ബെസ്റ്റ് ലൊക്കാലിറ്റി ആണെന്ന്. സിറ്റിയുടെ നടക്കെ 2 bedroom വിത്ത് ഓൾ ഫെസിലിറ്റീസ്. കൈ പണമുള്ള പലരും അങ്ങനെ പലയിടത്തും ഫ്ലാറ്റ് സ്ഥലമൊക്കെ വാങ്ങിച്ചിടും. അതൊരു പതിവാ. ആരെങ്കിലും വാങ്ങിക്കുന്ന എനിക്ക് പറയേണ്ട കാര്യമില്ല. ഇതിപ്പോ സ്വന്തം അനിയനായതുകൊണ്ട് പറഞ്ഞതാ. എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ചാടി കടിക്കാൻ വന്നോണം. നമ്മൾ ഈ ഇലക്ട്രിക് ട്രെയിനിന്റെ പിന്നിൽ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് 19 കൊല്ലായി. അത് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അയ്യേ, അവനൊന്നും ചെയ്യില്ല. കൊടുക്ക. വേണ്ട, അമ്മൂമ്മ കൊടുക്ക. ഒന്നും ചെയ്യില്ലടി മോളെ. വേണ്ടമ്മേ, സ്വല്പം പേടിയിരുന്നോട്ടെ. അത് മാറിയാൽ അവൾ അതിനെ പിടിച്ച് ഞെക്കി കശക്കി ശല്യം ചെയ്ത് കളയും. ആണോടി മോളെ? എന്നും നീ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാ അവള് വില കൂട്ടി നിൽക്കുന്നത്. ചോദിക്കാതിരുന്നാ മതി. നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവള് കുട്ടിയെ തരും. നിന്റെ ഉള്ളിലാ കുട്ടി? ആ, എവിടെ? നിന്റെ തലയില്. ഇനി അതും ഇതും ഒക്കെ ചോദിക്കാൻ തുടങ്ങും. ഓ, ഇങ്ങനെ 2 എണ്ണം മറുപടി പറയാൻ നിന്നാ കിളിച്ചതും മുളച്ചതും ഒക്കെ അറിയുന്നവരെ ചോദിച്ചോണ്ടിരിക്കും. എനിക്കിപ്പോ കുട്ടി ഇത്ര ഉണ്ടാവില്ലല്ലേ? അയ്യോ, മതി മതി എൻക്വയറീസ്.
നീ ഇതിനിടെ എങ്ങോട്ട് പോയി? ചേച്ചിയെ കാണാൻ പോയായിരുന്നു? ആ. ഇതുവഴിയെ പോയോ? ഓ, ഇതിലേങ്ങ് ഇറങ്ങി. റോഡേ കൂടെ പോയാൽ 100 പയ്യന്മാരെ ഗൾഫിൽ കൊണ്ടുപോകാനുള്ള ആപ്ലിക്കേഷൻസ് വരും. പണ്ടി വരെ സ്കൂളിൽ പോണ വഴിയാ. ഇപ്പൊ ആ പഴയ വഴിയെല്ലാം മാറിപ്പോയി അല്ലയോടാ? അത്രയും വീടുകള് കാട് പോട് വെട്ടി മാതിരി. പൊതുലാട്ടിനായിരുന്നാലും പണ്ടായിരുന്നു ഭേദം. തുടങ്ങി. ആളുകൾ വീട് വയ്ക്കാൻ പാടില്ലെന്നാ ഇവിടെ ഒരാളുടെ. നാടിന്റെ ഭംഗി പോകും പോലും. അതവൻ പറയുന്നത് കുറെയൊക്കെ ശരിയാ. നമ്മുടെ കൊട്ടക്കാട്ട് കാവിന്റെ അവിടെയൊക്കെ എന്തു ഭംഗിയായിട്ട് കിടന്നതാ. ഇപ്പൊ അവിടെ കാവുമില്ല, ദേവിയില്ല, 5-6 മഞ്ഞ വീട് മാത്രമുണ്ട്. അതും കണ്ട ജാതിക്കാരുടെ. അമ്മേ, ഇവക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഇനമല്ല. ഇവിടെ നാട് കണ്ടിട്ടുണ്ടോ, കാവ് കണ്ടിട്ടുണ്ടോ? പിന്നെ ഇല്ല, ഞാൻ ആകാശത്തുനിന്ന് പൊട്ടി വീഴല്ലായിരുന്നോ? ആ കാള അമ്മേ, ആവി പിടിക്കാറായി. ഞാനിതാ വന്നു. തിളച്ചെടുക്കുവാ. വന്നെന്ന്. ആ അമ്മ എന്നാ പോയി ആവി പിടിക്ക്. ആ കൊച്ചപ്പോഴും വന്ന് വിളിച്ചു. എന്ത് പറ്റി? അറിഞ്ഞില്ലേ? അക്കാര്യത്തിൽ മോനേക്കാൾ അമുക്കിയ അമ്മ. ഒറ്റ വസ്തു ഒറ്റ ആളോട് മിണ്ടത്തില്ല. കഴിഞ്ഞ ആഴ്ച ബാത്റൂമിൽ സ്റ്റൈലായിട്ടൊരു വീഴ്ച അങ്ങ് വീണു കൊടുത്തു. ഭാഗ്യത്തിന് ഫ്രാക്ചർ ഒന്നും ഉണ്ടായില്ല. 2 ദിവസം അനങ്ങാൻ പറ്റിയില്ല. ഇപ്പോഴും നീരുണ്ട്. ആണോ? ഓ, കഴിഞ്ഞ ആഴ്ചയൊന്നും അല്ലടാ, 1 മാസത്തിന് മേലായി. അതാ പത്മാവതി കണിയാട്ടിയെ വിളിച്ചോന്ന് ഒഴിഞ്ഞപ്പോ അങ്ങ് മാറുകയും ചെയ്തു. പിന്നെന്തിനാ ഇപ്പോഴും ആവ് പിടിക്കുന്നേ? അതാ പെണ്ണിന്റെ ഓരോ നിർബന്ധങ്ങള്. ഒന്നുമല്ല, ഞാൻ എപ്പോഴും അവിടെ പറയാറുള്ളതാ, അമ്മ ഇവിടെ തനിച്ചിങ്ങനെ നിർത്തുന്നത് റിസ്ക് ആണെന്ന്. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് വയ്യാതെ വന്നാൽ കിടന്ന് വിളിച്ചാൽ കൂടെ വരാൻ ആരാ ഉള്ളത്? അങ്ങനൊന്നും വരുത്തത്തില്ല. വാ മക്കളെ, വാ. ഇപ്പോഴും നടപ്പ് ശരിയായിട്ടില്ല. ഞാൻ നോക്കിട്ടൊരു കുഴപ്പം കാണുന്നുണ്ട്. കുറെ കൂടെ വലിയ കുഴപ്പമുണ്ടായാലേ കാണുള്ളായിരിക്കും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. കിടന്ന് വിളിച്ചാൽ ഓടി വരാൻ അയലത്ത് കൂടി ആളില്ല. ശ്മശാനം പോലെ പരന്ന ഒരു പറമ്പും അതിനകത്ത് 10,000 പോലൊരു വീടും. നീയേ നല്ല വീട് കണ്ട് വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീട് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. മനസ്സിലായോ? എന്ത് രസവാ ഈ ഒഴുക്കിന്റെ കൂടെ ഒരു ഒഴുക്കായിട്ടങ്ങ് ഒഴുകി പോവാൻ കഴിഞ്ഞാൽ. അത്ര കൊതികൊണ്ട് ഇറങ്ങി അങ്ങോട്ട് നീന്തണം. അതിന് നീന്താൻ പറ്റിയിട്ട് വേണ്ടേ അല്ലേ? ഞാൻ നീന്തു പഠിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണെന്ന് അറിയാമോ? അറ്റ് ദ ടെൻഡർ ഏജ് ഓഫ് 6. 12 വയസ്സ് വരെ ഞങ്ങളുടെ ഡോൾഫിൻസ് ക്ലബിലെ ജൂനിയർ ചാമ്പ്യൻ ഞാനായിരുന്നു. ഇവിടെ പുല്ലൊക്കെ തീ പിടിക്കാൻ തുടങ്ങുന്നു. സാറിന്റെ പുളി കെട്ടിട്ട്. പുളുവൊന്നുമല്ല. 100 റുപ്പീസ് ഇപ്പൊ എടുത്തു തരാം. ഒന്നതാ അവിടെ നിന്ന് വരെ നീന്തി കാണിക്കാം. അയ്യേ, ഈ ഓപ്പൺ എയറിലോ? ബോംബെയിലെ സ്വിമ്മിംഗ് പൂൾസ് ഒക്കെ പിന്നെ മറച്ചിട്ട് ഓലച്ചിട്ടൊക്കെയാതായിരിക്കും. എന്നാലും സ്വിമ്മിംഗ് ടങ്ക് ഇല്ലാതെ എങ്ങനെയാ നീന്താൻ പറ്റുന്നേ? ഞാൻ എന്നാൽ എവിടെ നിങ്ങൾ സ്വിമ്മിംഗ് സൂട്ട് ആയിരുന്നു വാങ്ങിച്ചു കൊടുത്തരാം. അതിട്ടൊന്ന് നീന്തി കാണിക്കാവോ? വേണ്ട, അങ്ങനെ ഇപ്പൊ കാണണ്ട. ആ, എന്നാ കുഞ്ഞിറങ്ങ്. ഓ, കുഞ്ഞിനി പോയൊരു 3-4 ലാർജും ഒക്കെ അടിച്ച് 2 പാട്ടും പാടി പെമ്പിളേയും കെട്ടിപ്പിടിച്ച് കിടന്ന് സുഖമായിട്ടൊരു ഉറക്കമുണ്ട്. എടോ, താനൊക്കെയാടോ ഭാഗ്യവാന്മാര്, പറയാതിരിക്കാൻ പറ്റുകയില്ല. എന്തോന്ന് ഭാഗ്യമെന്ന് ഇദ്ദേഹം പറയുന്നത്? പിള്ളേർ അവിടെ ഇവിടെയും പോയി കിടന്ന് കഷ്ടപ്പെട്ട് കാശ് അയച്ചു തരും. അതിന് അവർക്ക് വേണ്ടി തന്നെ എന്തെങ്കിലും കരുതി വയ്ക്കുന്നു. ഏതായാലും ആയ പ്രായത്തിൽ കരുതി വെച്ച് 3-4 ആമ്പിള്ളേരാണല്ലോ. പെണ്ണായിരുന്നല്ലോ. എന്റെയും ചേട്ടന്റെ ഒക്കെ ഗതി നോക്ക്. അങ്ങനെ പോലും ഒരു സ്കോപ്പില്ല. എല്ലാം ബെമ്മക്കളാ. അവരൊക്കെ നിങ്ങളെ ഇട്ട് പാടുപെടിക്കാതെ നല്ല നല്ല നിലകൾ എത്തിക്കോളൂ. ആ, എന്താ തന്തപ്പടി പോകാതെ നിന്ന് ലാത്തി? ഏയ്, ചുമ്മാ പുള്ളി ഓരോന്നിങ്ങനെ വെറുതെ പറഞ്ഞ്. ഞാനൊരു കത്തയച്ചിരുന്നു. ആ, കിട്ടിയെന്ന് തോന്നി. എങ്ങനെ? ചേട്ടന്റെ മുഖം കണ്ടപ്പോ മനസ്സിലായി. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാന്ന് എഴുതണം, ആണെങ്കിൽ ആണെന്ന്. അഭിപ്രായം അനുവാദമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കത്തെഴുതി. അഭിപ്രായം എന്റേത് എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം. പിന്നെ അനുവാദത്തിന്റെ കാര്യം, നിന്റെ ഭാഗത്തിൽ കിടക്കുന്ന വസ്തുവും വീടും അതിപ്പോ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്നുള്ളത് നിന്റെ ഇഷ്ടമല്ലേ? അതിൽ എന്റെ അനുവാദത്തിന്റെ റെലവൻസ് എവിടെ? റെലവൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടായിരിക്കുമല്ലോ കത്തെഴുതിയിട്ട് 1 മാസം കാത്തിട്ട് മറുപടി കിട്ടാതെ വന്നപ്പോ വീണ്ടും ഒരു റിമൈൻഡർ കൂടെ അയച്ചത്. വെറുതെ എന്തിനാ മണി ഈ വലിയ വർത്തമാനം പറയുന്നേ? ബാംഗ്ലൂരിൽ ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ അനുവാദത്തിന് നീ എന്ത് വില കൊടുത്തിട്ടുണ്ടെന്ന്. ഒരു ഇല്ലെങ്കിൽ 2 പേര് മറുപടി എഴുതാൻ സമയം കിട്ടാത്ത ആളിനോട് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നേരിട്ട് ബോംബെ വന്ന് കാണണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, നീയല്ലേ ഇങ്ങോട്ട് കയറി പറയാൻ തുടങ്ങിയത്.
നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ. ആ അപ്പോ അമ്മ? ഞാൻ ചോദിച്ചില്ല. ഇത്തരം ക്രോഴ്സ് ആൻഡ് ക്രോഴ്സ് ഓഫ് കുഞ്ഞു മുട്ടകളാണ് പശുവിന്റെ വയറ്റില്. ഡെയിലി ഇങ്ങനെ കുറെ വീതം ഇട്ടുകൊണ്ടിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് വിരിഞ്ഞ് പശുവിന്റെ കുട്ടി പുറത്തു വരും. അതൊന്നും പറയാൻ പറ്റൂല. ദിവസം ഇതിവിടെ വന്ന് കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ച് നോക്കണം. ആ തള്ളപ്പശു അറിയാൻ പാടില്ല. ഇല്ല. അതുപോലെ അമ്മൂമ്മ അറിയരുത്. ഇല്ലമ്മേ. എന്നാലും ഇത് കൊണ്ടുപോയി വെച്ചിട്ട് വാ. ആരും അറിയരുത്. സൗത്ത് ഇന്ത്യയിൽ വെച്ച് തന്നെ ബെസ്റ്റ് എന്ന റെപ്യൂട്ടേഷൻ ഉള്ള സ്ഥലമാണ് ശരണാലയം. ഒന്നിനും അവിടെ ഒരു കുറവുമില്ല. ദിവസവും മെഡിക്കൽ ചെക്കപ്പ്, ഓരോരുത്തരുടെയും ടേസ്റ്റ് അറിഞ്ഞിട്ട് വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ ആയിട്ടുള്ള ഭക്ഷണം. ഒന്നും വയ്യാതെ വന്നാല് അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ്. അവിടെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു കോഴഞ്ചേരിക്കാരെ ഫിലിപ്പുണ്ട്. പുള്ളിയുടെ അപ്പനും അമ്മയും അവിടെയാ. ചേട്ടൻ എപ്പോഴും പറയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അവിടെ 2 സീറ്റ് റിസർവ് ചെയ്തിടാമെന്ന്. അപ്പൊ ബാംഗ്ലൂരിലെ ഫ്ലാറ്റോ? അയ്യോ, ഇപ്പോഴേ അങ്ങ് പോവാനല്ല. വയസ്സാവുമ്പോ വയസ്സന്മാരെയും വയസ്സുകളെയും മാത്രമേ അവിടെ താമസിപ്പിക്കുകയുള്ളൂ. ഓഹോ. അയ്യോ, ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഇത് ജെറിയാറ്റിക് സെന്ററാ. ഓർഫണേജ് മാതിരിയുള്ള സ്ഥലമൊന്നുമല്ല. എല്ലാവർക്കും അവിടെ അങ്ങ് ചെന്ന് കയറാനൊന്നും പറ്റില്ല. ചേട്ടൻ തന്നെ അവിടെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കറസ്പോണ്ടൻസ് നടത്തി, എത്ര രൂപ ചെലവാക്കി. ആണോ? പിന്നെ ചുമ്മാതാന്നാ വിചാരം. അമ്മ ലക്കിയ, അതുകൊണ്ട് മാത്രം കിട്ടിയതാ. ഓ, ഈ ചേച്ചിയുടെ കൈകൊണ്ട് തൊട്ടാൽ എന്ത് ടേസ്റ്റാ. അവിടെ ഒരാൾ എപ്പോഴും പുകഴ്ത്തല ചേച്ചിയുടെ കുക്കിങ്ങിനെ പറ്റി പറഞ്ഞു. എന്നിട്ട് എന്നെ ചീത്തേ. എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു ഞാനും തർക്കിക്കും. അമ്മയെ മാറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് വീട് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു. വീട് വിൽക്കാൻ തീരുമാനിച്ചതുകൊണ്ട് അമ്മയെ മാറ്റി താമസിപ്പിക്കുന്നു. ഇല്ല, എനിക്കിത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അമ്മയോട് ഇക്കാര്യം പറയുന്ന ജോലി അത് നിങ്ങൾ ആരെങ്കിലും തന്നെ അങ്ങ് ചെയ്താൽ മതി. എന്നെ കൊണ്ട് വയ്യ. റെഡി? എടാ, ഇനി ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് ഒരെണ്ണം. വാ. ഇനിതാ അവിടെ നിർത്തി ഒരെണ്ണം. ഇവിടെതാ അങ്ങോട്ട് നീങ്ങി നിന്നാ മതി. നല്ല സ്റ്റൈലും ബാക്ക്ഡ്രോപ്പാ. ഇങ്ങോട്ട് നിന്നേ. നല്ല അസല് ലൈറ്റും. ഇവിടെ നിന്ന് പറഞ്ഞ എടുത്താൽ അമ്മയെ കണ്ടാൽ നല്ല ഹലുവ മാതിരി ഇരിക്കും. അതൊന്നും വേണ്ട. നിന്നെ കൊണ്ട് നോക്കുമെങ്കിൽ ആ മരത്തിന്റെ കീഴെ നിർത്തി ഒരെണ്ണം എടുത്തതാ. അയ്യോ അമ്മ, അവിടെ ഷെയ്ഡ് കൂടുതലാ, തെളിച്ചം കിട്ടുകയല്ല. ഓ, അത്രയൊക്കെ തെളിച്ചാൽ മതി. വാ. ആ, റെഡി? ഓക്കെ. ഇനി അമ്മയുടെ ഒരു ക്ലോസപ്പ്. ഓ, ഇനിയൊന്നും വേണ്ട. അവിടെ നിന്നേ. ആ, അമ്മ എന്തിനാ കരഞ്ഞേ? കരഞ്ഞൊന്നുമല്ല, വെയിലത്ത് നിന്ന ഈയിടെ അങ്ങനെയാ. കണ്ണി വെള്ളം നിറയും.